വെമ്പായത്ത് കാണാതെ പോയ 16 വയസ്സുകാരൻ പേട്ടയിലെ റെയിൽവേയിലെ ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തതായിട്ടുള്ള വാർത്ത വരുന്നു. പിതാവ് മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് മാർച്ച് 5-ാം തീയതി തന്നെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അഭിജിത്ത് എന്ന 16 വയസ്സുകാരൻ വീട്ടിൽ നിന്ന് മാർച്ച് 3-ാം തീയതി വീട് വിട്ട് ഇറങ്ങി. അതുവരെ അവന് അതിനടുത്തുള്ള ഒരു ജ്യൂസ് കടയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജ്യൂസ് കടയിൽ ജോലി ചെയ്തതിന് പണം ചോദിച്ചപ്പം പണം അവർ കൊടുത്തില്ല. അങ്ങനെ ആ കടക്കാരോട് പിണങ്ങി വീട് വിട്ട് ഇറങ്ങി. പിന്നീട് ഈ പയ്യനെ കണ്ടിട്ടില്ല. മാതാപിതാക്കൾ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ആ പരാതിയിൽ അവർ കേസ് രജിസ്റ്റർ ചെയ്തോന്നും അറിയില്ല. പോലീസ് ആക്ട് 57 പ്രകാരമുള്ള ഒരു കേസ് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ എടുക്കണമായിരുന്നു. എടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കാരണം ഈ 3-ാം തീയതി പോയ ആളെപ്പറ്റി വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 5-ാം തീയതി പേട്ട പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടന്ന അഭിജിത്തിനെ അൺഐഡൻറ്റിഫൈഡായി, തിരിച്ചറിഞ്ഞില്ല ആരും. ആരാണ് മരിച്ചതെന്ന് അറിയില്ല പേട്ട പോലീസിന്. അവർ 1 മാസം ഡെഡ് ബോഡി സൂക്ഷിച്ചു വച്ചിട്ട് അതിനുശേഷം ആളില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ആ ഡെഡ് ബോഡി അത് അവർ മറവ് ചെയ്തു എന്നാണ് പറയുന്നത്. പോലീസാണത് മറവ് ചെയ്തത്. ഒരു മോനെ കാണാതെ പോയ മാതാപിതാക്കളുടെ വിഷമവും എന്താണെന്ന് ആ പോലീസിന് അറിയില്ലേ. കാരണം ഒരാൾ അങ്ങനെ അൺഐഡൻറ്റിഫൈഡായിട്ട് അവിടെ മരിച്ചു കിടന്നാൽ അങ്ങനെ ഒരാളെ മിസ്സായിട്ടുണ്ടോ എന്ന് സമീപം, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുള്ള സമീപ പോലീസ് സ്റ്റേഷനിലൊക്കെ ഫോൺ ചെയ്ത് ചോദിക്കും. കാരണം അവരവരുടെ ജോലി കർമ്മം കഴിക്കാനായിട്ട് അത് ലാപ്ടോപ്പിലോ മൊബൈലിലോ അല്ല ഒരു മെസ്സേജ് അയച്ച് ചുമ്മാ ഇരിക്കുന്നതല്ല മിടുക്ക്. അന്വേഷണം അങ്ങനെയല്ല. ഒരാളെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ വയർലെസ് മുഖേന എല്ലാ പോലീസ് സ്റ്റേഷനിലും, കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ആ വാർത്ത എത്തും. പക്ഷേ പേട്ട പോലീസ് സ്റ്റേഷൻ അൺഐഡൻറ്റിഫൈ ആയി ട്രെയിനിന് മുമ്പിൽ മരിച്ചു കിടന്ന ആളെപ്പറ്റി യാതൊരു വിവരവും പുറത്തു വന്നില്ല. പേട്ട പോലീസ് സ്റ്റേഷൻ നൈബറിംഗ് പോലീസ് സ്റ്റേഷൻ വിളിച്ചു ചോദിക്കണം 16 വയസ്സുള്ള ഒരു പയ്യനെ കാണാതെ പോയിട്ടുണ്ടോ എന്ന്. അതും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്തില്ല. വട്ടപ്പാറ പോലീസ് കേസെടുത്തോന്നും അറിയില്ല. ഒന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു പയ്യനെ 16 വയസ്സ് കാണാതെ പോയിട്ടുണ്ട്, അവൻ തന്നെ 16 വയസ്സുകാരൻ്റെ ഇവിടെ കിടപ്പുണ്ടല്ലോ. ഇപ്പോഴാണ് ആ വാർത്തകൾ വെളിയിലോട്ട് വരുന്നത്. മാസങ്ങൾ 2-3 ആ പയ്യൻ്റെ സുഹൃത്തായ ഒരാൾ ഇപ്പം പറയുന്നത് അവിടെ മരിച്ചു കിടന്നത് ഇവനാണ്. അതെങ്ങനെയാണ് അയാൾക്ക് ആ വിവരം കിട്ടി? എന്തുകൊണ്ട് പോലീസിൽ അത് നേരത്തെ ആ വിവരം അറിയിച്ചില്ല? കാരണം ആ ജ്യൂസ് കടയിലുള്ള ആൾക്കാർക്ക് അവൻ അവിടുന്ന് പിണങ്ങിപ്പോയപ്പം വീട്ടിൽ ചെന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അവർക്കറിയാം പേട്ടയിൽ മരിച്ചു കിടക്കുന്ന തൻ്റെ കടയിൽ നിന്ന പയ്യനാണെന്ന്. അവിടെ പോയി നോക്കണ്ടേ, അറിയണ്ടേ? അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴ് അവൻ 2-3 മാസം കഴിഞ്ഞപ്പം മരിച്ചു കിടന്നത് ഇവനാണെന്ന് അവൻ്റെ ഒരു സുഹൃത്ത് ഇപ്പം പറയുന്നു. അത് മനസ്സിലാകുന്നില്ല അന്വേഷണം എങ്ങനെ പാളിയെന്ന്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പിന്നെ അവർ കേസെടുക്കാതെ ഇരിക്കുകയാണോ? ഒരു പെറ്റീഷൻ വാങ്ങിച്ചു വെച്ചാൽ കർമ്മം തീർന്നു എന്ന് വിചാരിക്കരുത്. അതിന് ആ ഒരു കുട്ടിയെ കാണാതെ പോയിട്ട് FIR എടുക്കണമല്ലോ. അതിനാണ് പോലീസ് ആക്ടിനകത്ത് 57 വകുപ്പ് കിടപ്പുണ്ട്. FIR എടുക്കാൻ മടിച്ചിട്ട്. കാരണം കടലാസിൽ എഴുതി കൊടുത്താൽ അത് അവിടെ ഫയൽ ചെയ്ത് കിടക്കുമെന്നല്ലാതെ പോലീസ് റെക്കോർഡിനകത്ത് ഒരു കേസുണ്ടെങ്കിൽ മാത്രമേ ഒരാൾ കാണാതെ പോയി എന്നുള്ള വിവരം അവിടുന്ന് വയർലെസ് മുഖേന സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും എത്തുള്ളൂ. ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് അതവിടെ ഒരു റൈറ്ററെ എടുത്ത് കൊടുത്ത് ഒരു കംപ്ലൈൻറ്റ് അവിടെ നിന്ന് എഴുതി ഒരു പെറ്റീഷൻ രജിസ്റ്ററിനകത്ത് എഴുതി വെച്ചെന്ന് പറഞ്ഞാൽ കേരളം മുഴുവൻ എത്തൂല. ഇവിടെ സാധാരണ ചെയ്യുന്ന ഒരു കുട്ടിയെ കാണാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് FIR സ്റ്റേറ്റ്മെൻറ്റ് അവരെ വാങ്ങിച്ചിട്ട് അവിടുന്ന് ഒരു കേസ് എടുത്തിട്ട് അതിൻ്റെ വിവരം വയർലെസ് മുഖേന കേരളത്തിലെ എല്ലായിടത്തും. തിരുവനന്തപുരത്ത് വട്ടപ്പാറ എന്ന് 16 വയസ്സുള്ള ഒരു പയ്യനെ കാണാതെ പോയതെങ്കിൽ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു കിടന്നാൽ കേരളത്തിൽ എവിടെ കിടന്നാലും ശരി അവർക്ക് പെട്ടെന്ന് അവർ നോക്കും. ഇതുപോലെ മിസ്സായ കേസ് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന്. എല്ലാ പോലീസ് സ്റ്റേഷനിലും അത് ശ്രദ്ധിക്കും. അങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ കാണാതെ പോയ പയ്യനെ അവിടെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടും 2-3 മാസം കഴിഞ്ഞിട്ടും അവർക്കും ഒരു വിവരമില്ല. പേട്ട പോലീസ് സ്റ്റേഷനിൽ അവർ ഈ ബോഡി 30 ദിവസം 40 ദിവസം വെച്ചിട്ട് അവർ ആ ബോഡി മറവ് ചെയ്തു. പോലീസ് അൺഐഡൻറ്റിഫൈഡ് ആയിട്ടെന്ന് പറയുന്നത് വളരെ വിരോധാഭാസമായ കാര്യങ്ങളാണ്. ഒരിക്കലും പോലീസ് ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ നടത്തരുത്. അങ്ങനെയല്ല അന്വേഷണത്തിൻ്റെ രീതി. ഒരു കുട്ടിയെ കാണാൻ പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ മാതാപിതാക്കളുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞെങ്കിൽ
തീർച്ചയായിട്ടും അവിടെ കേസെടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ആരാണ് അവിടുത്തെ കുറ്റക്കാരെ ശിക്ഷിക്കണം, തീർച്ചയായിട്ടും ശിക്ഷിക്കണം. കാരണം ഒരു വീട്ടിലെ കൊച്ചുകുട്ടി 16 വയസ്സ് കുട്ടിയെ നഷ്ടപ്പെട്ടതാണ്. നഷ്ടപ്പെട്ട കുട്ടിയുടെ പ്രേതം പോലും അല്ലെങ്കിൽ ഡെഡ് ബോഡി പോലും കിട്ടിയില്ല. ഡെഡ് ബോഡി തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ട് 10-40 ദിവസം അവിടെ വെച്ചിട്ട് ആ കുട്ടിയെ മറവ് ചെയ്തു. മാതാപിതാക്കളുടെ വേദന എന്താണെന്ന് മനസ്സിലാകും. പോലീസ് രണ്ടിടത്തും കുറ്റക്കാർ തന്നെ. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലും കുറ്റക്കാരാണ്, പേട്ട പോലീസിലും. അന്വേഷണം ഇങ്ങനെയല്ല നടത്തേണ്ടത്. ഒരാളെ കാണാതെ പോയെന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കിട്ടിക്കഴിഞ്ഞാൽ അത് കേസെടുത്തിട്ട് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ആ മെസ്സേജ് എത്തും. ഒരു കുട്ടിയെ അൺഐഡന്റിഫൈഡ് ആയിട്ട് മരിച്ചു കിടക്കുന്നതെന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും എത്തണം. എങ്കിൽ മാത്രമേ ആരാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് മരിച്ചതെന്നുള്ള കാര്യത്തിലേക്ക് നീങ്ങാൻ പറ്റുള്ളൂ. രണ്ട് ഭാഗത്തും തെറ്റായിപ്പോയി. തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ വേദന നമുക്ക് മറക്കാൻ കഴിയില്ല. ആ പിതാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് TV-യിൽ പറയുന്ന കേട്ടു. തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലെ തൻ്റെ മകൻ മരിച്ചു കിടക്കുകയാണ്. 10-40 ദിവസം അവിടെ കിടന്നിട്ട് അതിനെ മോർച്ചറി സൂക്ഷിച്ച് അവസാനം അൺക്ലെയിംഡ് ആയിട്ട് ആ കുട്ടിയെ അവർ പോലീസിൻ്റെ ഉത്തരവാദിത്തം തന്നെ മറവ് ചെയ്തെന്ന് പറഞ്ഞ് എത്ര നിരുത്തരവാദപരമായ പണിയാണ് പേട്ട പോലീസ് കാണിച്ചത്. അടുത്ത സ്റ്റേഷനിലൊന്ന് വിളിച്ചു ചോദിച്ചാൽ പോരെ. അവിടെ FIR എടുത്തില്ലെങ്കിൽ അത് ആ പോലീസ് സ്റ്റേഷനിലുള്ളവരുടെ കുറ്റം തന്നെ. കാരണം ഇതൊക്കെ മനസ്സിലാക്കണം അവർ. ഇത് ഇങ്ങനെയല്ല ഒരു പോലീസ് സ്റ്റേഷൻ്റെ പ്രവർത്തനം നടത്തേണ്ടത്. സിസ്റ്റമാറ്റിക്കായിട്ടും സയൻറ്റിഫിക്കായിട്ടും നടത്തുന്നത് ഇങ്ങനെയല്ല. അത് പോലീസ് മനസ്സിലാകും. അവർക്കൊക്കെ കാര്യമായ തകരാറ് എന്തോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പറ്റിയിട്ടുണ്ട്. അന്വേഷണത്തെപ്പറ്റി യാതൊരു വിവരവും ഇല്ല. അത് പോലീസിന് അവമതിപ്പുണ്ടാക്കുകയാണ്, പോലീസ് അപമാനമാണ്. ഒരു കൊച്ചിനെ കാണാതെ പോയിട്ട് മാതാപിതാക്കൾക്ക് ആ കൊച്ചിൻ്റെ ബോഡി പോലും കൊടുക്കാതെ, തൊട്ടടുത്തുണ്ടായിട്ടും കൊടുക്കാതെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാകരമാണത്. ഏതായാലും പോലീസ് ഇത് ശ്രദ്ധിക്കണം. ഇത് വലിയൊരു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച തന്നെ, യാതൊരു സംശയമില്ല. ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ഒരു കൊച്ചിനെ കാണാം, ഇപ്പോൾ അടുത്ത പോലീസ് സ്റ്റേഷനിലെ ആ കൊച്ചിനെ മരണപ്പെട്ട ബോഡി 10-40 ദിവസം വെച്ചിട്ട് പോലീസ് മറവ് ചെയ്തെന്ന് പറഞ്ഞാൽ ആരാണ് ഇതിൻ്റെ ഉത്തരവാദികൾ? അതുകൊണ്ട് ഇത് DGP ഉൾപ്പെടെയുള്ളവരും ആഭ്യന്തര വകുപ്പും ഇത് ശ്രദ്ധിക്കണം. ഇതൊരു വലിയ വീഴ്ചയാണ് പോലീസിന്, യാതൊരു സംശയമില്ല.